മുതൽ മുടക്കില്ലാത്ത ലാഭം മാത്രമുണ്ടാകുന്ന ഒരു കച്ചവടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ നഷ്ടം മാത്രമുള്ളൊരു കച്ചവടം. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങൾക്കും പാളിച്ച സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ കാണുന്നു, ഞാൻ ഇവിടുത്തെ വലിയ മഹാസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളാണ്. ഇത് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് പിന്നീട് പെട്ടെന്ന് അവനിൽ നിന്നും മാറുന്നു. ഇപ്പോൾ ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം. നമ്മുടെ കൊടിയേരി സഖാവ് അതൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് പറയുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ PWD മിനിസ്റ്ററുണ്ട്. ഈ റോഡ് എന്തുകൊണ്ടാണ് ടാർ ചെയ്താൽ നിൽക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ഈ 5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ മറ്റു മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇടപഴകിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണുന്ന ഒരു ഇരട്ടച്ചങ്കനല്ല യഥാർത്ഥത്തിൽ. സാബു എം ജേക്കബ് പറയുമ്പോൾ കൂടെ കിടന്നവനെ രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ട്. ഈ നശിച്ച് താറുമാറായി കിടക്കുന്ന കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഈ ഒരു ശ്രമം ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ വലിയൊരു സന്തോഷമുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ നാടിനെ ഏതെല്ലാം രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റുമോ കൊള്ളയടിക്കുക. അതിൽ കവിഞ്ഞ് ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. നമുക്കറിയാം ഒരു പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം, ആ പ്രസ്ഥാനത്തിൽ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്ത് രീതിക്ക് സഹായിക്കണം, ഇതെല്ലാം കാണിച്ചു തന്നൊരു വ്യക്തിയുണ്ട്. ഒരു ബിസിനസ്സുകാരനാണ്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കുമുണ്ട്. ബിസിനസ്സാണോ രാഷ്ട്രീയമാണോ ഏറ്റവും എളുപ്പമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊരു മറുപടി ഉണ്ടാവും. മറ്റാരുമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന, എന്നാൽ ചില ആളുകൾ എതിർക്കുകയും ചെയ്യുന്ന സാബു എം ജേക്കബ്. നമസ്കാരം. ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിരിക്കുന്നു. ചിലവർ ഇഷ്ടപ്പെടുന്നു, ചിലവർ എതിർക്കുന്നു. ബിസിനസ്സാണോ സുഖം, രാഷ്ട്രീയമാണോ? രണ്ടിനും അതിൻ്റേതായുള്ള പ്രശ്നങ്ങളുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എപ്പോഴും നെഞ്ചിൽ ഒരു ബോംബ് വെച്ച് നടക്കുന്ന ഒരു പ്രതീതിയാണ് ബിസിനസ് ആകുമ്പോൾ. കാരണം അത് നമുക്ക് ഏതു സമയത്താണ് പൊട്ടുക എന്ന് പറയാൻ സാധിക്കില്ല. അതേ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ബിസിനസ്. ഏറ്റവും വലിയൊരു റിസ്ക്കാണ് അതിനകത്ത്. കാരണം പലരും ബിസിനസ് നടത്തുന്നത് എല്ലാം പണയപ്പെടുത്തിയും ഇവൻ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് ബിസിനസ് നടത്തുന്നത്. അതേ സമയത്ത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ്. കാരണം അവർക്ക് മുതൽ മുടക്കില്ലാത്ത ലാഭം മാത്രമുണ്ടാകുന്ന ഒരു കച്ചവടമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ 2020യെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ നഷ്ടം മാത്രമുള്ളൊരു കച്ചവടമാണ്, ലാഭമില്ല. കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ്. അല്ലാതെ നമുക്ക് അതിൽ നിന്ന് കൊള്ളയടിക്കാവുന്ന കൊള്ളയടിക്കുക, കക്കാവുന്ന കക്കുക, ജനങ്ങളെ ചൂഷണം ചെയ്യുക, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഊറ്റിക്കുടിക്കുക, ആ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് നഷ്ടം മാത്രം. അതായത് നമ്മുടെ സമയനഷ്ടം, നമ്മുടെ കുടുംബത്തിൻ്റെ സമയം, നമ്മുടെ പേഴ്സണലായിട്ടുള്ള സമയം, ഇതെല്ലാം നഷ്ടമാണ് നമുക്കത്. ഇനി അതിന് വേറൊരു പ്രശ്നമുള്ളത്, ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചടികൾ ഒട്ടനവധി ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു ഇലക്ഷൻ നിൽക്കുന്നു, അവിടെ പരാജയമുണ്ടാവാം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തവണ 7 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു നിയമസഭയിലേക്ക്. 8 ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പം ജനങ്ങൾ നമ്മൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ജനങ്ങൾ ഇല്ലല്ലോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു മാനസിക പ്രയാസം ഉണ്ടാവും അന്നേരം അവിടെ. അപ്പം നമ്മൾ നിസ്വാർത്ഥമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും നഷ്ടങ്ങളേ ഉള്ളൂ. ഇനി അതല്ല, അതൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു
ബുദ്ധിമുട്ടുണ്ടാവില്ല. പണമുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ഒരു കച്ചവട രാഷ്ട്രീയം. ഇപ്പോൾ എറണാകുളത്ത് തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയാവാനായിട്ട് 6 പേരാണ് മത്സരിക്കുന്നത്. ഒരിക്കലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. കാരണം എറണാകുളം എന്ന് പറയുന്നത് BJPക്ക് ഒട്ടും സാന്നിധ്യമുള്ളൊരു സ്ഥലമല്ല. പക്ഷെ എന്തുകൊണ്ട് 6 പേര് മത്സരിക്കുന്നു? ഈ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായാൽ തന്നെ 1 കോടിയോ 2 കോടിയോ ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് മിച്ചം വയ്ക്കാം. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു വലിയൊരു വിഷമമുണ്ട് രാഷ്ട്രീയത്തിൽ. അല്ല, എനിക്ക് തോന്നുന്നു അത് താങ്കൾ പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നു താങ്കൾ നല്ല പ്രവൃത്തികൾ ഒത്തിരി. ഞാൻ ഇന്ന് തന്നെ അറിയുന്നു ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലേ, ഇവിടെ എല്ലാ ആളുകൾക്കും നിങ്ങളുടെ ഇവിടെ പകുതിയിൽ താഴെ പൈസയ്ക്കാണ് സൂപ്പർ മാർക്കറ്റ്, അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഇന്ന് തുറന്നു എന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് കിട്ടിയ അറിയിപ്പ് കറക്റ്റാന്ന് തോന്നുന്നു. അതും നിങ്ങൾ എല്ലാവരും സഹായിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്നു അങ്ങനെയൊക്കെ സഹായിച്ചിട്ടും തിരിച്ചെനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കൊന്നും കിട്ടുന്നില്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വിഷമത്തിലും ഒരു വിഷമഘട്ടത്തിലുമാണ് താങ്കൾ നിൽക്കുന്നത്. അല്ല, ഞങ്ങൾ ഇതിനകത്തെ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷ 50% വരെ വില കുറച്ച സാധനങ്ങൾ കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളത്. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് കൊടുത്തിട്ടും പലരും ഇതെല്ലാം അനുഭവിച്ചിട്ട് വോട്ട് ചെയ്യാത്ത ആളുകളാണ്. അതുപോലെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും അവരിൽ നിന്ന് സഹായമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല, പണം പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും പറയും നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഇന്നിപ്പോൾ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ജനങ്ങൾ ഇപ്പോൾ ഒരു വോട്ടിൽ കൂടിയാണെങ്കിലും നൽകുന്ന ആ ഒരു വോട്ട് എന്ന് പറയുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജമാണത്. നമ്മൾ നല്ല പ്രവൃത്തികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നശിച്ച് താറുമാറായി കിടക്കുന്ന കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഈ ഒരു ശ്രമം ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ വലിയൊരു സന്തോഷമുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അതൊരു വലിയൊരു ഊർജം തന്നെയാണത്. അത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന്. വേണ്ട എന്ന് തോന്നി തുടങ്ങി. അങ്ങനെയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ മത്സരിച്ച പഞ്ചായത്തുകളൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. നിയമസഭയിലേക്ക് വിജയിച്ചില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ തവണ പാർലമെൻറ്റിൽ, കാരണം ജനങ്ങൾ മടുത്തു. 2 മുന്നണികളെ കൊണ്ടും LDFനെയും UDFനെയും കൊണ്ടും മടുത്തിരിക്കുകയാണത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഇതൊക്കെ ഇവർ തന്നെയല്ലേ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിവൃത്തികേട് കൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് മലയാളിയുടേത്. അവരെ സംബന്ധിച്ച് ഒരു ഓപ്ഷനില്ല. LDFനെ വിജയിപ്പിക്കുന്നു, 5 വർഷം അവരെ സഹിക്കുന്നു. അവർ മടുക്കുമ്പോൾ UDFനെ വിജയിപ്പിക്കുന്നു, അവരെയും സഹിക്കുന്നു. കാരണം ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ ഇപ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു ഓപ്ഷൻ വന്നിരിക്കുക. 3ാമതൊരു മുന്നണി, അഴിമതിയില്ലാതെ, കളവില്ലാതെ, കൊള്ളയില്ലാതെ ഒരു മുന്നണി വന്നിരിക്കുക. അപ്പോൾ ഇത്തവണ അത് പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയൊരു മാറ്റം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. കാരണം ജനങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നില്ലോ, മനസ്സിലാക്കില്ലോ എന്ന് വരുമ്പോൾ, പക്ഷേ ഒരിക്കലും അത് വേണ്ട എന്ന് മനസ്സിൽ തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. നമ്മളിപ്പോൾ ബിസിനസ് നടത്തിയാലും ശരി, ഏത് ഇതിലായാലും ശരി, തടസ്സങ്ങളുണ്ടാവാം, പരാജയങ്ങളുണ്ടാവാം. പക്ഷെ അതിൽ നിന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ നമ്മളോട് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരെ നമ്മൾ നിരാശപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒളിച്ചോടാൻ സാധിക്കില്ല. വേണ്ടാന്ന് വെക്കാനും സാധിക്കില്ല. ഇപ്പം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് അല്ലേ, പാർലമെന്റ് 2 മണ്ഡലം, എറണാകുളത്തും ചാലക്കുടിയിലുമാണ് മത്സരിക്കുന്നത്. അതെ, എന്തുകൊണ്ട് 2 മതി എന്ന് വെക്കാനുള്ള കാരണം? അതിപ്പോൾ ഞങ്ങൾ ഈ 2021 ഞങ്ങൾ സജീവമായിട്ട്, അതായത് നിയമസഭയിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിച്ചു മത്സരിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ പറയുന്ന
നിയോജക മണ്ഡലത്തിലൊന്നും ഒരു സംഘടനാ സംവിധാനമോ ഈവൻ ഒരു മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. 21 ശേഷമാണ്, ഈ 3 വർഷക്കാലമാണ് ഞങ്ങൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയത്. അതിപ്പോൾ എറണാകുളത്ത് 100% തന്നെയായെന്ന് പറയാം. അതുപോലെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂരെല്ലാം നമുക്ക് ഏതാണ്ട് 80% സംഘടനാ സംവിധാനം എത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ ഭാഗികമായിട്ട് ഞങ്ങൾ പതുക്കെ അതിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഈ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് ഒരു പന്നവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന യോഗ്യതയുള്ള ആളുകളെ കിട്ടിയാൽ മാത്രമേ അവിടെ നിർത്തൂ. ഇപ്പം നമുക്കറിയാം 20 പേര് എല്ലാ തവണയും ഇവിടുന്ന് ജയിപ്പിച്ച് വിടുന്നുണ്ട്. മലയാളം പോലും പറയാൻ അറിയില്ലാത്ത ആളുകൾ പലരും പാർലമെൻറ്റിൽ പോയിട്ടുണ്ട്. എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും? എന്തായിരിക്കും കേരളത്തിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ഒരു രീതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളെന്താണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ, പ്രായം കുറഞ്ഞവർ, സ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളെ, യോഗ്യതയുള്ളവരെ കിട്ടിയാൽ മാത്രമേ മത്സരിപ്പിക്കൂ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 2 സീറ്റുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള 2 സീറ്റുകളിൽ മത്സരിക്കുക. തുടർന്ന് അതിന് വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ വരുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്ന് 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മത്സരിക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങൾക്കും പാളിച്ച സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ കാണുന്നു, ഞാൻ ഇവിടുത്തെ വലിയ മഹാസമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളാണ്. ഇത് ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് പിന്നീട് പെട്ടെന്ന് അവനിൽ നിന്നും മാറുന്നു. എന്തുകൊണ്ട് മാറിയെന്ന് താങ്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒത്തുപോകാൻ കഴിയില്ല. അപ്പോൾ തേടുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പോകുമ്പോൾ നമ്മൾ ഇതൊന്നും പഠിക്കാതെ എന്തുകൊണ്ട് സാബു എന്ന് പറയുന്ന ഈ മഹാവ്യക്തി പോകുന്നു? അതിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന അദ്ദേഹവുമായിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള സാഹചര്യമല്ല അതിനുശേഷം ഉണ്ടായത്. ഞങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഡൽഹിക്ക് പുറമെ പഞ്ചാബ് പിടിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നു, AAP പറ്റി സംസാരിക്കുന്നു. നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ആ ഒരു സഖ്യം വന്നതിന് ശേഷമാണ് 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ലിക്വർ സ്കാം വന്നത്. വലിയൊരു അഴിമതി കഥയാണ് പുറമെ വന്നത്. അതിനോടടുത്ത് പലരും അറസ്റ്റിലാകുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായി. അതിനേക്കാളൊക്കെ ഉപരി പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് നമ്മുടെ പ്രത്യേകിച്ച് LDFുമായിട്ട് ഒരു ചായ്വുണ്ട്, അവരോട് ഒരു രഹസ്യ സൗഹൃദമുണ്ട് എന്നുള്ളത്. കേരളത്തിൽ LDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പൊതുവേ ഇവിടെയാണല്ലോ, കേരളത്തിലല്ലേ ഉള്ളൂ. കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ അടുത്ത നമ്മളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ ഈ 2 മുഖ്യമന്ത്രിമാരെ വന്നുള്ളൂ. എന്നാൽ സ്റ്റാലിൻ പോലും വന്നില്ല. ഇവർ 2 പേരും 2 സൈഡിലായിട്ട് തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അന്ന് അലയൻസ് ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് കേരളത്തിൽ LDFിനോട് എതിരായിട്ട് മത്സരിക്കാനോ LDFിനെതിരായിട്ട് സംസാരിക്കാനോ ഉള്ള താല്പര്യം കേന്ദ്ര നേതൃത്വത്തിന് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം ഞങ്ങളിവിടെ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് മുഴുവനായിട്ടും ഇവിടുത്തെ ഇപ്പോഴത്തെ അഴിമതിയും ഭരണത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് അലയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രയോജനപ്പെടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങളത് നിർത്തിയത്. അത് പിന്നീട് സംസാരിച്ചിരുന്നു. എന്തായാലും ഇത് ഒരുമിച്ച് പോകാൻ വേണ്ടി ഡൽഹി പോവുകയും മുഖ്യമന്ത്രിയെ കാണുകയൊക്കെ ചെയ്ത് പിന്നീട് ഇത് വേണ്ട എന്ന് വെക്കുമ്പോൾ അദ്ദേഹമായിട്ട് താങ്കൾ സംസാരിച്ചിരുന്നു? ഞാൻ ഇതുമായിട്ട് സംസാരിക്കാൻ പല തവണ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അതുകൂടാതെ പാർട്ടി നേതൃത്വമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവിടെ ഒന്നും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം അവരെടുത്തില്ല. അതിനൊരു അനുവാദം പോലും അവർ തരാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ
എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല. കേരളത്തിൽ AAP വളർത്തുന്നതിന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് വെച്ചു. ആ നിമിഷത്തിൽ തന്നെ വേണ്ടാമെന്ന് വിചാരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് താങ്കളുടെ അച്ഛനാണെങ്കിലും താങ്കൾക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നല്ല സൗഹൃദം, എൻ്റെ കാഴ്ചയോട് ഞാൻ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ്. നല്ല സൗഹൃദം. എന്തുകൊണ്ട് പെട്ടെന്ന് ആ സൗഹൃദം ഇല്ലാതായി? ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പെട്ടെന്ന് സൗഹൃദം ഇല്ലാതായി. എനിക്ക് അദ്ദേഹത്തെ 2005 മുതലാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങിയത്. അദ്ദേഹം ചികിത്സയ്ക്കായി എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെ 19 വർഷത്തെ ബന്ധം. 19 എന്ന് പറയാൻ പറ്റില്ല, 2021 ഞങ്ങൾ ആ ബന്ധം അവസാനിപ്പിച്ചു എന്നുള്ളതാണത്. അപ്പോൾ 2016 അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ നമുക്കറിയാം, എന്നെപ്പോലെ തന്നെ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ, അതായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അത്ര തൻ്റെ ഇടത്തോടെ ഏതൊരു കാര്യവും പാർട്ടി ചട്ടക്കൂട്ടിൽ നിൽക്കാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആദ്യത്തെ നേതാവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനു മുമ്പ് നയനാരുമൊക്കെ ഭരിച്ചപ്പോൾ പാർട്ടി എഴുതി കൊടുക്കുന്നത് മാത്രം വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. പക്ഷേ VS-ഉം അതെ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനവും അദ്ദേഹത്തെ എല്ലാവരും ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി. അപ്പോൾ എൻ്റെ മനസ്സിൽ, കാരണം ഞാൻ 2012 ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ കൂടി വീടുകൾ തോറും കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളും നാടിൻ്റെ പ്രശ്നവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ കൃഷി എന്തുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്തുകൊണ്ടാണത്, എന്താണ് നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന സേവനത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അത് പ്രായോഗികമായിട്ട് നടന്ന് പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് ഈ നാട് നന്നാവുകയുള്ളൂ എന്നെനിക്ക് തോന്നി. അപ്പോൾ എന്നെപ്പോലെ ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും ആ രീതിയിൽ ഞാൻ ചിന്തിച്ചത് എനിക്ക് സാധിക്കില്ല. അതൊരിക്കലും അത് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രിക്കോ സാധിക്കും. അപ്പം ഞാൻ കണ്ടത് അദ്ദേഹത്തിൽ കൂടി എൻ്റെ ആശയങ്ങളും ഞാൻ മനസ്സിലാക്കിയതും ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒട്ടയാകെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം. അങ്ങനെയാണ് ഞാൻ 16 അദ്ദേഹവുമായിട്ട് എൻ്റെ സമയം മാറ്റിവെച്ച് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അദ്ദേഹവും അത് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇന്ന് കൂടെയുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ നാട് വികസിക്കാത്തത് എന്നുള്ളത്. ഇന്ന് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ PWD മിനിസ്റ്ററുണ്ട്. ഈ റോഡ് എന്തുകൊണ്ടാണ് ടാർ ചെയ്താൽ നിൽക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയില്ല. കൃഷി മന്ത്രിയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നെൽകൃഷി ഇവിടെ ലാഭകരമായിട്ട് നടത്താൻ പറ്റുന്നില്ല, അവർക്ക് അറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഇവരൊക്കെ ഒരു തൊഴിലും ചെയ്യാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പഠിച്ചതും മനസ്സിലാക്കി അദ്ദേഹം അത് പല കാര്യങ്ങൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലം ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഞാൻ എഴുതി കൊടുത്തത് അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതാണത്. പക്ഷേ ഞാൻ ഈ 5 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ മറ്റു മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇടപഴകിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണുന്ന ഒരു ഇരട്ടച്ചങ്കനല്ല യഥാർത്ഥത്തിൽ. അതിനേക്കാൾ പിന്നാമ്പുറത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കേരളം നന്നാകാത്തത്, ഇവരൊക്കെ നടത്തുന്ന അഴിമതികൾ, ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതികൾ, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയ ആളാണ് ഞാനത്. കൂടെ നടന്നപ്പോൾ പഠിക്കാൻ പറ്റി. തീർച്ചയായിട്ടും അങ്ങനെ നടക്കുമ്പോഴാണല്ലോ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന ആർഭാടങ്ങളും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളും അല്ലെങ്കിൽ ഇവരുടെ ആത്മാർത്ഥതയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും കൊള്ളയും ഒക്കെ മാറ്റി നിർത്തട്ടെ. ഈ പറയുന്ന ഭരണകർത്താക്കൾക്ക്, മന്ത്രിമാർക്കായിക്കോട്ടെ, മുഖ്യമന്ത്രിക്കായിക്കോട്ടെ, രാഷ്ട്രീയ നേതൃത്വമായിക്കോട്ടെ, ഇവർക്ക് ആർക്കും
ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ 1% പോലും ഒരു കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് വികസനം വരിക? എങ്ങനെയാണ് ജനങ്ങൾ രക്ഷപ്പെടുക? അതിൻ്റെ ആ ഒരു വലിയ വിപത്താണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വപ്നം ഒരിക്കലും ഈ പറയുന്ന സർക്കാരിൽ കൂടിയോ ഇദ്ദേഹത്തിൽ കൂടിയോ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ബോധ്യപ്പെട്ടപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അതിൽ കൂടി ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനിച്ച് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ ബന്ധം അവിടെ ബ്രേക്കായി. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയായി. കാരണം കോൺഗ്രസിനെ പോലെയും BJPയെയും പോലെ ആ പാർട്ടിയുടെ ഒരു ശത്രുവായി ഞാൻ മാറി എന്നുള്ളതാണത്. അന്ന് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്കായി. അതിനുശേഷം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഫോണിൽ കൂടി സംസാരിച്ചിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ മൊത്തമായിട്ട് നിന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരാൾ പോലും ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് പോലും ചർച്ച പോലും ഉണ്ടായിട്ടില്ല. ഇവരെ സംബന്ധിച്ച് എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ. എന്നെ ഉപയോഗിക്കാവുന്ന പരമാവധി ഉപയോഗിച്ചു. പിന്നീട് നമ്മുടെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വന്നല്ലോ, ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നുള്ളതാണത്. അപ്പം അവർ വിചാരിച്ചു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും, സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ 21 മത്സരിച്ച് അത് വലിയൊരു പരാജയം നേരിട്ടതാണ് തൃക്കാക്കര. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഞങ്ങൾക്ക് അവിടെ ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയൊരു മത്സരം നടത്തി പഴയ അതേ തോൽവി ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മത്സരിക്കാതിരുന്നത്. അന്ന് നമുക്കറിയാം, സ്റ്റേറ്റ് മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് നടത്തിയ, എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രത്തിൽ ഏറ്റവും അവരെ എല്ലാവരും കൂടി ഒരു മന്ത്രിസഭയും പാർട്ടിയും എല്ലാവരും കൂടി നേതൃത്വം കൊടുത്ത് അത്രമാത്രം പണം ഒഴുക്കി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം 99 നിന്ന് 100 ആക്കുക. അതെ അതെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നു. അവരുടെ മോശപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഉദ്ദേശം. കാരണം ആ കേരളയിലൊക്കെ നടക്കുന്ന വിഷയമാണ്, ജനങ്ങൾ മൊത്തത്തിലെതിരായി അതിനോട്. അപ്പം ആ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി മത്സരിച്ചതാണത്. അപ്പോൾ 2020യുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ പല ആളുകളെ കൊണ്ടും, മന്ത്രിമാരെ കൊണ്ടും, പാർട്ടി നേതൃത്വത്തെ കൊണ്ടും, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും, ഞങ്ങളുടെ സഭാ തലത്തിലുമൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് അയച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് നേരിട്ട് വന്നു സംസാരിക്കുകയാണ് താങ്കളുടെ അടുത്ത്. ഇവർ വഴി വരികയാണത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞ്. അത് ഒരു തവണയല്ല, പലരെ കൊണ്ട് പലതവണ ആ റിക്വസ്റ്റ് വന്നു. അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ട്, കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും, കാരണം ആ സമയത്ത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ചു, അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളായി ഞാൻ മാറിയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോവുക എന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരിക്കലും ഞാൻ അതിന് പോകില്ല എന്നുള്ളത്. എന്നെ പലരും പ്രഷറൈസ് ചെയ്തു, പോയി സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ളത്. പക്ഷേ ഞാൻ സംസാരിച്ച് ഇനി വേണ്ട എന്ന്, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൊതുജനം വിശ്വസിക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞ ഒരു അധ്യായമായിട്ട് അതിനെ കണ്ടുകൊണ്ട് ഞാൻ അതിന് പോയില്ല എന്നുള്ളതാണ്. ഒരു സഭാ നേതൃത്വം വരെ ഇടപെടുകയാണ് അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? സഭാ നേതൃത്വം മാത്രമല്ല, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. പേരെടുത്ത് പറയാൻ ആരും അത് പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, താങ്കൾ പല കാര്യങ്ങൾ പറയുമ്പോഴും പല ഇന്റർവ്യൂവിൽ ഞാൻ കാണുന്നു, താങ്കൾ ഒരാളുടെ പേരെടുത്ത് പറയാൻ എന്താണോ താങ്കൾ പിന്നോട്ട് പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ്. താങ്കൾക്ക് ഒരാളുടെ പേര്, സഭാ നേതൃത്വം മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കൾ വരുന്നു, പോലീസ് ഉദ്യോഗം, ഒരാളുടെ പേര് താങ്കൾ. സഭാ നേതൃത്വം പറയുന്നതിന് കുഴപ്പമില്ല, ഒരേ ഒരാളുള്ളൂ, തമ്പു, ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ്. എനിക്കറിയാം, തമ്പുനെ എനിക്കറിയാം, അറിയാം. അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് വളരെ മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്ത് പോകുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും ഈ തമ്പുവിനെ മുഖ്യമന്ത്രിയുടെ കൂടെ കണ്ടിട്ടുണ്ടത്.
പക്ഷേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അവരൊക്കെ ഒരു സുഹൃത്ത് ബന്ധത്തിൽ നമ്മളുമായിട്ട് സംസാരിക്കുന്നതാണ്. അവരെ പറ്റി മന്ത്രിയുടെ ആളായിട്ടാണ് വരുന്നത് ആയിരിക്കാം. മുഖ്യമന്ത്രി പക്ഷേ മാറിയിട്ടോ കുറച്ച് അവരെയൊക്കെ കാലത്തേക്ക്. പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല അതിൻ്റെ ദൂഷ്യം. അവർക്ക് ആ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ അവിടെ വെച്ചേക്കും അവർക്ക് പല വിധത്തിലുള്ള പീഡനങ്ങളുണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരാളെ ദ്രോഹിക്കുന്നത് ശരിയല്ല. അല്ലാതെ എനിക്കിപ്പോൾ ആരെ പറ്റി ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു മനസ്സാണ് താങ്കൾ. പക്ഷേ നമുക്ക് ഇപ്പം ഞാൻ തമ്പുവിൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ മറ്റവരൊക്കെ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകളാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ തന്നെ ഉയർന്ന തലത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ 2020 പറ്റി അനുകൂലമായിട്ട് സംസാരിച്ച ഒരാളോട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് ആ പാർട്ടി വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്ക നടപടി നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ കാരണം വേറൊരു ആൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അവരൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം. അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഈ പേരൊക്കെ വെളിപ്പെടുത്തും. സംശയം എന്താ? ഒരു മാറ്റവും ഇല്ല. അതിന് പറയാം. അവരെ ഇപ്പോൾ ഉപദ്രവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മളാൽ പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുകൊണ്ട് മാത്രം പേര് വെളിവ്. അപ്പോൾ എല്ലാവരും സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം പാർട്ടിയിലെ ഉന്നതന്മാരെ സമീപിച്ചു. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞ തെറ്റാണ് നിഷേധിക്കട്ടെ. ഇപ്പോൾ ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം. നമ്മുടെ കൊടിയേരി സഖാവ് അതൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്. അത് പറയുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ പാർട്ടിയിലുള്ള മറ്റാളുകളുടെ പേര് പറയുന്നത് ശരിയല്ല. ഈ ജില്ലാ കമ്മിറ്റിയൊക്കെ ഇടപെട്ടിട്ടുണ്ടാവും അല്ലേ? ജില്ലാ കമ്മിറ്റി അതിൽ ഇടപെട്ടില്ല. കാരണം ആദ്യം മുതൽ തന്നെ എതിരായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചവരവരാണല്ലോ. പക്ഷെ അതിലൊക്കെ ഉയർന്ന ഒട്ടനവധി ആളുകളാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. അതെ, അവർക്കൊക്കെ ഒരു പ്രസക്തി ഇല്ലല്ലോ അവിടെ. കൊടിയേരി സഖാവൊക്കെ ഒത്തിരി ശ്രമിച്ചു അല്ലേ? അതിന് ശ്രമിച്ചതാണ്. ഇല്ലാത്തവരുടെ പേര് നമുക്ക് അദ്ദേഹമൊക്കെ മരണപ്പെട്ടു പോയല്ലോ. അപ്പോൾ ആ പേര് പറയാമല്ലോ. പക്ഷേ താങ്കളുടെ ഒരു മനസ്സിപ്പോഴേ മനസ്സിലായി ഇവരെ ഉപദ്രവിക്കേണ്ട, ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പേര് പറയാത്തത്. ഈ പാർട്ടിയിൽ തന്നെ നമ്മൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ നമുക്ക് അവരുടെയൊക്കെ പേര് പറയാൻ പറ്റുമോ? അവരെ ആ പാർട്ടിയിൽ വെച്ചേക്കുമോ? മനസ്സ് തുറന്ന് ഒട്ടനവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ചെയ്തികളെ പറ്റി വിമർശിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു രാജാവിനെ പോലെ ഒരു പാർട്ടി സംവിധാനത്തിലല്ല പോകുന്നത്. അതുക്ക് മേലെ ഒരാളില്ല എന്നുള്ളതാണത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹത്തെ ഭയപ്പെട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, സാബു എം ജേക്കബ് പറയുമ്പോൾ കൂടെ കിടന്നവന് രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ട്. 5 വർഷക്കാലം ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്തതാണ്, ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടാണ്. അപ്പോൾ താങ്കൾ പറയുമ്പോൾ കുറേയൊക്കെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായി വരും. താങ്കൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഇതൊന്നും മുതലാക്കാൻ പോലും സാധിക്കാത്തൊരു പ്രതിപക്ഷം ചിന്തിച്ചിട്ടുണ്ടോ? ഇതിലേ നമ്മൾ ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു, സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, നടുക്കളത്തിലിരുന്ന് സമരം ചെയ്യുന്നു, പുറത്തിരുന്ന് സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഇവരെല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് ബിരിയാണി കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു പ്രഹസനമാണത്. ഇവരൊക്കെ എല്ലാവരും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണത്. പ്രതിപക്ഷം ഭരണകക്ഷി എന്ന് പേര് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരേ ആശയത്തിൽ വിശ്വസിച്ച് ഒരേ ലക്ഷ്യം വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്താണത്? പരമാവധി പണം ഉണ്ടാക്കുക. ഈ നാടിനെ ഏതെല്ലാം രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റുമോ കൊള്ളയടിക്കുക. അതിൽ കവിഞ്ഞ് ഭരണകക്ഷി ആയിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 1% പോലും ഈ നാടിനോടോ ജനങ്ങളോടോ കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ല. അപ്പോൾ അവരെന്ത് മുതലെടുക്കാനായിട്ട്? അല്ല, ഈ താങ്കളെ സംബന്ധിച്ച് താങ്കൾ തുടക്കത്തിൽ തൊട്ട് ഇപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു പോയിന്റുണ്ട്. താങ്കൾക്ക് താങ്കളുടെ നാവ് ശത്രുവായി എന്ന് തോന്നുന്നുണ്ടോ ചില സമയങ്ങളിൽ? ഇതിൽ ഞാൻ ഒരു വേദികളിലും എഴുതി വായിക്കാറോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് പറയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസംഗം നോക്കുക, എല്ലാം മറ്റുള്ളവർ എഴുതി കൊടുക്കുന്നു, അദ്ദേഹം വായിക്കുന്നു. EK നായനാരായാലും അതുപോലെ തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ട് പാർട്ടി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്,
ആ നിയോഗിച്ചിരിക്കുന്ന ആളെ എഴുതി കൊടുക്കുന്ന കാര്യം വായിക്കുന്നവരായിരുന്നു. അദ്ദേഹം അതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അദ്ദേഹം സ്വന്തമായിട്ട് പ്രസംഗിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അവിടെ ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങളില്ല. എൻ്റെ മനസ്സിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ, അത് യാഥാർത്ഥ്യങ്ങളാണത്. നമുക്കൊരു കാര്യം എഴുതി വായിക്കേണ്ടി വരുന്ന എപ്പോഴാണത്? നമ്മൾ അതിനെ യാന്ത്രികമാക്കി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങനെ ശ്രമിക്കേണ്ടത്. അപ്പോൾ എൻ്റെ നാക്കല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളില്ല, മറ്റുള്ളവർ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല. ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനെൻ്റെ നാക്കിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആത്മാർത്ഥത മനസ്സിലാകും. പിന്നെ എന്നെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ വിമർശിക്കുകയുള്ളൂ, അവരത് നല്ലതായി കാണില്ല. പക്ഷെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എൻ്റെ എന്നല്ല, നമുക്ക് നിങ്ങളൊക്കെ അതിനുള്ള പരിചയം ഉണ്ടായിരിക്കാം. ഒരാൾ സംസാരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും. കാരണം ആ സംസാരത്തിൻ്റെ ഭാഷയും ബോഡി ലാംഗ്വേജും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നത്, പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ 100 തവണ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന അതേ കാര്യം തന്നെയായിരിക്കും. കാരണം അത് അനുഭവത്തിൽ കൂടി ഞാൻ നേരിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട കാര്യങ്ങളാണത്. അതുകൊണ്ടാണത്. സാബു എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് എനിക്കും അറിയാം. ഇവിടുത്തെ അവരിൽ നിന്നും തന്നെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സാബു സാറ് പഴയതുപോലെ അല്ല, അദ്ദേഹം ഒന്ന് മാറിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംസാര സ്റ്റൈല് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. സംസാരത്തിൻ്റെ സ്റ്റൈല് എന്ന് പറഞ്ഞാൽ അത് മോശമായി എന്നുള്ളതാണോ? ഒരു ധാർഷ്ട്യം. എപ്പോഴും നമുക്ക്, ഞാൻ പൊതുവേ ചെറുപ്പത്തിലെ മുതൽ ഈ ബിസിനസ്സിലിറങ്ങി നമ്മൾ ഒരു ഗൗരവമായിട്ടാണ് നമ്മുടെ മുഖം കാണാറ്. ഞാൻ സംസാരിച്ച് വരുമ്പോൾ എപ്പോഴും നമുക്ക് ഗൗരവം വരും. പക്ഷേ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞാൽ, ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ വേദി വിട്ടിറങ്ങുന്ന സമയത്ത് എത്രയോ അവരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നറിയാമോ? അപ്പോൾ നമ്മൾ ഒരാളുടെ മുഖഭാവം അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ മാത്രം കേട്ടത് കൊണ്ട് ഒരിക്കലും ആളെ വിലയിരുത്താൻ പാടില്ല. ഞാൻ സാധാരണ രീതിയിൽ എപ്പോഴും പല കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങുകയായിരുന്നു. ഈ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 3 മീറ്റിങ്ങുകളാണ് ഞാൻ പ്രസംഗിച്ചത്. ഞാൻ വേദിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ പുറകിൽ നിന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരറ്റത്തു നിന്ന് എല്ലാവരും എഴുന്നേൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കുക, ഇരുന്നാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകൂ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേര് സാബു ജേക്കബ് സിന്ദാബാദ്, ഞാൻ പറഞ്ഞു അത് പാടില്ല. ഇന്നത്തെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഒരു ആൾ പോലും എഴുന്നേൽക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ കൂടെ, അവരുടെ ഒരു സഹോദരനായിട്ട്, മകനായിട്ട് അങ്ങനെ അറിയപ്പെടാനും ഇടപഴകാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, മുഖ്യമന്ത്രിയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അവൻ്റെ കഥ കഴിയും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഇപ്പോൾ അവസാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ അവിടെ നിന്ന് ഫോട്ടോ, ഞാൻ പറയാം എല്ലാവരും ഫോട്ടോ എടുത്തിട്ട്, ഇനിയിപ്പോൾ എത്ര പാതിരാത്രി ആയാലും ശരി എല്ലാവരും എടുത്ത് അവസാന ആളുകളും ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഈ വേദി വിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ മുഖത്ത് കാണുന്നതല്ല സാബു ജേക്കബ്, അത് എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണല്ലേ, ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു ഇത്രയും സെലിബ്രിറ്റി അല്ല. ബിസിനസ്സുകാരനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വലിയ സെലിബ്രിറ്റി ആകില്ലായിരുന്നു താങ്കൾ. എനിക്ക് തോന്നുന്നത്, എന്നെ ഈ പറയുന്ന മാതിരി ജനങ്ങൾ എൻ്റെ സംസാരം കേൾക്കാനും അല്ലെങ്കിൽ എന്നെ വിമർശിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രസിദ്ധമായത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ നിലയിലാക്കിയത് ഈ ഇടത് മുന്നണിയും പ്രത്യേകിച്ച് ശ്രീനിജിനും ഒക്കെയാണ്.
കാരണം എൻ്റെ കമ്പനികൾ തുടർച്ചയായിട്ട് റെയ്ഡ് ചെയ്യാനും അതിനെ ആക്രമിക്കാനും ഒക്കെ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെയാണ് എന്നെ ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയുന്നതിനും. അപ്പൊ അവരുടെ സ്നേഹമുണ്ടല്ലേ? അല്ല, അതിന് എപ്പോഴും നമ്മൾ താങ്കളെ അറിയിച്ചല്ലോ, പുറംലോകം അറിയിച്ചല്ലോ. അല്ല, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഇവർക്കാ, ഈ അടുത്ത് സർക്കാരിന്. കാരണം ഇന്ന് ലോകത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും, എനിക്കിപ്പോൾ എവിടെ യാത്ര ചെയ്താലും, അമേരിക്കയിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ, 100 പേര് മലയാളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞിരിക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അത് ഇവരാണത് ആ ഒരു സാഹചര്യം ഒരുക്കിയത്. ഇവർ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം അതായിരിക്കും. നമ്മൾ എപ്പോഴും ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിട്ട് ഇറങ്ങിയത്. പ്രസിദ്ധമാകണം, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രശസ്തി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നൊരു സംഭവമാണ്. അതിനുവേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് മന്ത്രിയാവണം, മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ MP ആവണം, MLA ആവണം. ഇതൊന്നും എനിക്ക് ആഗ്രഹമുള്ള ആളല്ല. ഞാൻ എപ്പോഴും വളരെ ഒതുങ്ങി, ആരും അറിയാതെ, അല്ലെങ്കിൽ കഴിയുന്നതും ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ എവിടെ യാത്ര ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 100 കണക്കിന് ആളുകൾ, എല്ലാവരും പരിചയക്കാരാണ്. മലയാളി ഉണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും, അപ്പോൾ സംസാരിക്കും. എല്ലാവരും, അപ്പോൾ നമുക്ക് ഒരു രീതിയിലും എവിടെയും നടക്കുമ്പോൾ നമുക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിട്ട് പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അന്ന് താങ്കൾ പറഞ്ഞത്, എന്നെ ജയിലിൽ അടച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ മകളും ജയിലിലാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? TM ജേക്കബ് സാറ് മരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണ്. ഈ മകള് അവിടെ നിന്ന് എന്നോട് 1 മിനിറ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളോട്, യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിച്ചിരിക്കുന്ന ഒരേ ഒരാൾ സാബുച്ചേട്ടനാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ വെച്ചത് പറയണമെന്ന് തോന്നിയത് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇത് 2020 എന്ന് പറയുന്നത് ഒരു അവസാന ബസ്സാണ് കേരളത്തെ സംബന്ധിച്ച്. ജനങ്ങൾ അത് മനസ്സിലാക്കി ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നത് 2020 പാർട്ടിക്കോ അതിന് നേതൃത്വം കൊടുക്കുന്ന സാബു ജേക്കബിനല്ല. കോൺഗ്രസിൽ നിന്നാണല്ലോ കൂടുതൽ ആളുകൾ BJPയിലേക്ക് പോകുന്നത്. ഇന്നത്തെ രീതിയിൽ LDFും UDFും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി ഒരു 20 വർഷം മുന്നോട്ട് പോകട്ടെ, കേരളത്തിൽ മലയാളി ഉണ്ടാവില്ല. ഇത്രയൊക്കെ സംഭാവനകൾ ഞങ്ങൾ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും 1 രൂപയുടെ പോലും ഒരു സഹായമോ പ്രതിഫലമോ ഇതുവരെ ഞങ്ങൾ ആരിൽ നിന്നും ചോദിച്ചിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇവരുടെയൊക്കെ രക്തത്തിൽ ഇത് കലർന്ന് ചേർന്നിരിക്കുന്നതാണത്. ഇവർക്കൊന്നും ഒരിക്കലും ആശയപരമായിട്ട് 2020 ഇന്ന് വിഭാവന ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വരാൻ സാധിക്കില്ല. നമ്മൾ പറയില്ലേ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയില്ലേ, എന്താ വ്യത്യാസം? അപ്പോൾ ഇപ്പോഴാണ് സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ന് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചോ അന്ന് ആ ക്വാർട്ടറിലെ റിസൾട്ടിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കും ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും CPIക്ക് ആയിക്കോട്ടെ, CPMനായിക്കോട്ടെ, BJPക്ക് ആയിക്കോട്ടെ, എല്ലാ പാർട്ടിക്കാർക്കും സംഭാവന കൊടുത്തിട്ടുണ്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.